എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിന് ആദ്യമേ തന്നെ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് സജിൻ മാനുവൽ. ഞാൻ ഛത്തീസ്ഗഡിലെ റായ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സ്വന്തം വീട് കണ്ണൂരാണ്. ഞാൻ എൻ്റെ വൈഫിൻ്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ 2 വർഷത്തോളം എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ വളരെ സങ്കടപ്പെട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടുകയും അതുപോലെ തന്നെ ഒത്തിരി സ്റ്റുഡൻസിനെ പ്രൈവറ്റായിട്ട് കിട്ടുകയും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ ഞാനൊരു സിംഗറാണ്. അപ്പോൾ ഒത്തിരി നാളായിട്ട് നല്ലൊരു അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഷാജി തുമ്പിച്ചേറിൽ അച്ഛൻ ഇവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ വരികയും എന്നെ കാണുകയും എനിക്ക് ഒത്തിരി പാട്ടുകൾ പാടാനുള്ള അവസരം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. മാധവൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹമായിട്ട് ഞാനിതിനെ കാണുകയാണ്. എനിക്ക് യാതൊരു പരിചയമില്ലാതിരുന്ന അച്ഛൻ പെട്ടെന്നൊരു ദിവസം അവിടെ വരികയും എന്നോട് സംസാരിക്കുകയും എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരികയും മലയാളം, ഹിന്ദി എന്നിങ്ങനെ പല ഭാഷകളിൽ എനിക്ക് ഒത്തിരി പാട്ടുകൾ പാടാനുള്ള കൃപ തരികയും ചെയ്തു. ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ എനിക്ക് 3 മാസത്തോളം ഒത്തിരി നാളായിട്ട് മാറാത്ത ചുമയും കഫക്കെട്ടുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉടമ്പടി ഉപ്പും തൈലവും ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കിണറിൽ പെട്ടെന്നൊരു ദിവസം വെള്ളം പറ്റുകയും തീരെ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ വിശ്വാസ പ്രമാണവും ചൊല്ലി കിണറ്റിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ മഴ പെയ്യുകയും കിണറ്റിൽ സമൃദ്ധമായിട്ട് വെള്ളം ഉണ്ടാവുകയും ചെയ്തു. ഇതുവരെ പിന്നീട് ഒരിക്കലും ആ വെള്ളം പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഛത്തീസ്ഗഡിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സ് നഷ്ടപ്പെടാനിടയായി. ഞാൻ ആ നിമിഷം തന്നെ മാതാവേ, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ഒരു കോൾ വരികയും ഞാൻ നിന്ന സ്ഥലത്ത് എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പേഴ്സ് ഒരാൾ കൊണ്ടുവന്ന് തരികയും ചെയ്തു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട്, അത്ഭുതമായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു വളരെ കാലമായിട്ട്. അപ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ നൊഡ്യൂൾസ് കാണാനിടയായി. അപ്പോൾ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബയോപ്സിക്ക് അയച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ തൊണ്ടയിൽ ഉടമ്പടി തൈലവും അതുപോലെ ഉപ്പും ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി റിസൾട്ടിൽ യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. അത് മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് മലയാളത്തിലും ഹിന്ദിയിലുമുള്ള ഉടമ്പടി പത്രങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു. ഇടവകയ്ക്ക് പുറത്തും റോഡിലും എല്ലാം വിതരണം ചെയ്തു. അതുപോലെ മദർ തെരേസ ഭവനിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു. ഹോസ്പിറ്റലിലും വീടുകളിലും രോഗി സന്ദർശനം നടത്തി. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന കാണുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്തിരുന്നു. ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു. ചൊവ്വാഴ്ചകളിൽ യൂട്യൂബിൽ കാണുകയും അത് മറ്റുള്ളവർക്ക് പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. സാക്ഷ്യങ്ങളും അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നു. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് എന്നെ എൻ്റെ കുടുംബത്തിനെയും അനുഗ്രഹിച്ചതിന്, സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് നയിച്ചതിന് എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. വളരെ കാലമുണ്ടായിരുന്ന ചുമയും കഫക്കെട്ടും, അതും ഒരു പാട്ടുകാരനായ ഒരു വ്യക്തിക്ക് അത് വളരെ അസ്വസ്ഥതയാണ്. അവിടെയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗസൗഖ്യം ലഭിക്കുകയും പിന്നീട് കിണറ്റിലുണ്ടായിരുന്ന വെള്ളം അത് പെട്ടെന്ന് വറ്റുകയാണ്. അവിടെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പാണ് ഇട്ട് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടില്ല. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയും അനുഗ്രഹവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഛത്തീസ്ഗഡ് എന്ന സ്ഥലം വളരെ തിരക്കേറിയ സ്ഥലമാണ്, ഇൻറ്റീരിയർ ഏരിയ ആണ്. പക്ഷേങ്കിൽ അവിടെയൊക്കെ ഒരു പേഴ്സ് കാണാൻ നഷ്ടപ്പെട്ടു പോയാൽ വിലപ്പെടപ്പെടുപ്പുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, വാല്യൂബിൾസ് ഉണ്ട്. അത് തിരിച്ചു കിട്ടാനായിട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ അവിടെയും ഈ മകൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പേഴ്സ് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്നാണ്. ഒരു സാധ്യതയുമില്ലാത്ത ഒരു സ്ഥലത്ത് പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പേഴ്സ് തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെയാണ് അവിടെ നഷ്ടപ്പെട്ട ആ വ്യക്തി, കിട്ടിയ ആ വ്യക്തി തന്നെ ഫോൺ വിളിച്ച് ഇന്ന സ്ഥലത്ത് വരാൻ പറയുകയും ആ പേഴ്സ് തിരിച്ചു കൊടുക്കുകയുമാണ്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയും അനുഗ്രഹവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമ്മയുടെ തൈറോയിഡിൻ്റെ അസുഖവും സൗഖ്യപ്പെട്ടത്. ഈശോയുടെയും അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാവുന്ന തളരുന്ന അവസ്ഥകളുണ്ടാവാം. പക്ഷെങ്കിൽ നമുക്ക് തളരേണ്ട ആവശ്യമില്ല. നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമ്മെ ഉയർത്തുമെന്ന് ഉറപ്പുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം അമ്മയുടെ സഹായത്തോടെ ഉടമ്പടി ആത്മാർത്ഥമായി ജീവിക്കുമ്പോൾ നാം ഓടിയാലും ക്ഷീണിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കും. സജിൽ മാനുവലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.